ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘവും ഒമാൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി അധ്യക്ഷനുമായ അബ്ദുൽ ലത്തീഫ് ഉപ്പളയുടെ നേതൃത്വത്തിൽ സൗഹൃദ സദസ്സും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. ഒമാനിലെ സാമൂഹിക സാംസ്കാരിക വ്യവസായ രംഗത്തെ നിരവധി പേരാണ് ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തത്. നിസാർ സഖാഫി വയനാട് പ്രാർത്ഥന നിർവഹിച്ച ഇഫ്താർ മീറ്റിൽ ഒമാനിലെ വിവിധ മതരാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പൗരപ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. റഫീഖ് ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങുകൾക്ക് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘവും ഒമാൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി അധ്യക്ഷനുമായ ലത്തീഫ് ഉപ്പള നേതൃത്വം നൽകി. ഷാഫി സ്പൈസസ് മാനേജിംഗ് ഡയറക്ടർ അഷ്റഫ് ഹാജി സൗഹൃദ സന്ദേശം നൽകി. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒമാൻ ഡയറക്ടർ ഷബീർ കെ എ, ഫാദർ ബിജോയ് ഡാനിയൽ, മുഹമ്മദ് അലി ഫൈസി, മക്ക ഹൈപ്പർ മാർക്കറ്റ് ഉടമ മമ്മൂട്ടി, അബ്ദുൽ ഹക്കീം, ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് വൈസ് ചെയർമാൻ സുഹൈൽ ഖാൻ, സാമൂഹിക പ്രവർത്തകരായ റഹീം വറ്റല്ലൂർ, ഹാഷിം അഗടി മുഗൾ, ഫസൽ കതിരൂർ, സുനിൽ കൈരളി, മണികണ്ഠൻ, അജയൻ, സിദ്ദിഖ് ഹസൻ, താജുദ്ദീൻ മാവേലിക്കര, നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പറേറ്റിംഗ് ഹെഡ് നജീബ്, ബദർ അൽ സമ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൊയ്തീൻ ബിലാൽ, അൽ ബദർ സമ ഹോസ്പിറ്റൽ സിഇഒ സമീർ പി, ഇസ്മായിൽ ഫവാസ്, ആൽവിൻ, ലിനു, ഷമീർ ടി, കെ നവാസ്, നൌഷാദ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. കൈരളി ന്യൂസ്, ഒമാൻ. പ്രവാസികൾക്ക് നിർബന്ധിത സമ്പാദ്യ പദ്ധതിയുമായി ഒമാൻ. പ്രവാസി തൊഴിലാളികളുടെ സാമ്പത്തിക സുരക്ഷയാണ് ലക്ഷ്യം. അടുത്ത വർഷം മുതൽ പദ്ധതി നടപ്പാക്കും. ഒമാനിലെ പ്രവാസി തൊഴിലാളികളുടെ സാമ്പത്തിക സുരക്ഷ ലക്ഷ്യമിട്ട് സാമൂഹിക സുരക്ഷാ ഫണ്ട് പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2027 മുതൽ പ്രവാസികൾക്കായി നിർബന്ധിത സമ്പാദ്യ പദ്ധതി നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ വിദേശി തൊഴിലാളികൾക്ക് മികച്ച സാമ്പത്തിക ആസൂത്രണം ഉറപ്പാക്കുന്നതിനാണ് ഈ നീക്കം. 2 വർഷത്തിനുള്ളിൽ നടപ്പാക്കുന്ന വിവിധ ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കവെയാണ് സോഷ്യൽ പ്രൊട്ടക്ഷൻ അഫയേഴ്സ് ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഷബീബ് അൽ ഖുസൈദി പ്രവാസികൾക്കായി നടപ്പാക്കുന്ന നിർബന്ധിത സമ്പാദ്യ പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. പുതിയ സംവിധാനം അനുസരിച്ച് പ്രവാസി ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ 9% തുക ഈ സമ്പാദ്യ പദ്ധതിയിലേക്ക് മാറ്റും. തൊഴിലാളികൾക്ക് അവരുടെ സേവന കാലാവധി അവസാനിക്കുമ്പോൾ ഒരു നിശ്ചിത സാമ്പത്തിക കരുതൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള സർവീസ് ആനുകൂല്യങ്ങൾക്ക് പകരമായോ അല്ലെങ്കിൽ അതിനനുബന്ധമായോ പ്രവർത്തിക്കുന്ന കൂടുതൽ സുതാര്യമായ സംവിധാനമായാണ് നിർബന്ധിത സമ്പാദ്യ പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ മറ്റു വിശദാംശങ്ങൾ വൈകാതെ അധികൃതർ വ്യക്തമാക്കിയേക്കും. അതേസമയം ഈ വർഷം തന്നെ സിക്ക് ലീവ് ഇൻഷുറൻസ് ആരംഭിക്കും. രോഗബാധിതരായി ജോലിക്ക് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരുമാന സംരക്ഷണം ഉറപ്പാക്കാനായാണ് സിക്ക് ലീവ് ഇൻഷുറൻസ് ആരംഭിക്കുന്നത്. ശമ്പളത്തിന്റെ 1% ഇതിലേക്കുള്ള വിഹിതം. ഇതിനു പുറമെ 2028 തൊഴിൽ പരിരക്ഷാ ഇൻഷുറൻസും നടപ്പാക്കും. ജോലിസ്ഥലത്തുണ്ടാകുന്ന അപകടങ്ങൾക്കും പരിക്കുകൾക്കും പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് 2028 മുതൽ പ്രവാസികൾക്കും ലഭ്യമാകും. പരിക്കുകൾക്ക് 3000 റിയാൽ വരെ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന ഈ പദ്ധതിക്കായി ശമ്പളത്തിന്റെ 1% നൽകേണ്ടത്. ഒമാനിലെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും തൊഴിലാളികളുടെ ക്ഷേമം മെച്ചപ്പെടുത്തി തൊഴിൽ വിപണി കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. കൈരളി ന്യൂസ്, ഒമാൻ.